ശരീരഭാരം കൂടിയതായി അനുഭവപ്പെടുക, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താതാവുക, കണ്ണിനു കൺപോളകൾ ഭാരമാവുക, കൈകൾ കാലുകൾ ശരീരത്തിന് ഭാരമാവുക, കാലുകൾക്ക് ശരീരം ഭാരമായിത്തീരുക, പുറത്തുള്ള ശബ്ദം ചെവികൾ കേൾക്കാതെ ശരീരത്തിനുള്ളിലുള്ള മുഴക്കം മാത്രം, കണ്ണുകൾക്ക് വല പിടിച്ചതുപോലെ കാഴ്ചകൾ മങ്ങുന്നു, വായിച്ചിരുന്ന പത്രത്തിലെ അക്ഷരങ്ങൾ അന്യമായി പോകുന്നു, മൂത്രം ഒഴിക്കണം എന്ന് ചിന്ത വരുമ്പോഴേക്കും താനെ മൂത്രം ഒഴിഞ്ഞു പോകുന്നു, സന്ധികളിലും മറ്റും അസഹ്യമായ വേദനകൾ, പ്രഷർ കാരണം ഉപ്പും, ഷുഗർ കാരണം പഞ്ചസാരയും മധുരവും, കൊളസ്ട്രോൾ കാരണം എണ്ണകളും, അർശസ് കാരണം എരിവ്, മുളക് തുടങ്ങിയവയും ഉപയോഗിക്കാൻ കഴിയാതെ, രുചികരമായ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, രുചികരമായ ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയും ചുറ്റുപാടും ഉണ്ടാക്കിയപ്പോഴേക്കും അത് കഴിക്കാനുള്ള പറ്റാതെ വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. താൻ കാലങ്ങളായി കണ്ടിരുന്ന, മിനുക്കിക്കൊണ്ടു നടന്ന കണ്ണാടിയിലെ രൂപത്തിൽ വളരെ മാറ്റം, ജീവിതാനുഭവത്തിൻ്റെ ചുളിവുകൾ, കാലത്തിൻ്റെ പഴക്കത്തിൻ്റെ ചുളിവുകൾ വീണിരിക്കുന്നു. മുഖത്തിന് ചേർന്ന കളറിലുള്ള കറുത്ത മുടി നരച്ചും കൊഴിഞ്ഞും തൻ്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു. പല്ലുകൾ ഒന്നൊന്നായി കൊഴിയുന്നു. അസഹ്യമായ വേദന. ചെറുപ്പകാലത്ത് തൻ്റെ പല്ല് കൊഴിഞ്ഞ് പുതിയ പല്ല് മുളച്ചിരുന്നു. എന്നാൽ ഇന്ന് കൊഴിയുന്ന പല്ലുകൾ മുളയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ കൊഴിയുന്ന ഭാഗങ്ങളിൽ പഴുപ്പുകളും മോണവേദനയും മറ്റുമായി. അസഹ്യ വേദന കാരണം ഭക്ഷണം പോലും ചവച്ചരയ്ക്കാൻ കഴിയാത്ത അവസ്ഥ. ശബ്ദത്തിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു. കരകറുപ്പും വിറയലും വന്നിരിക്കുന്നു. തൻ്റെ ബുദ്ധിശക്തി നഷ്ടപ്പെട്ട് മറതി കൂടി സമയത്തിന് മരുന്ന് കഴിക്കാനും വസ്ത്രം വരെ ധരിക്കാൻ മറന്നുപോകുന്നു. താൻ ഇത്രയും കാലം ജീവിച്ച ഭൂമി, താൻ ഒരുക്കിക്കൂട്ടിയവ, തൻ്റെ സ്വന്തമെന്ന് കരുതിയിരുന്നവ എല്ലാം വിട്ടുപോകാൻ സമയമായിരിക്കുന്നു. വൃദ്ധനെന്ന നിലയിൽ തനിക്ക് സമൂഹത്തിലും സ്വന്തം വീട്ടിൽ തന്നെയോ സ്ഥാനം നഷ്ടപ്പെട്ട് ഇതിന് അപ്പുറമാണ് വാർദ്ധക്യം എന്ന അവസ്ഥ. ഇതുപോലെ ഒരു വൃദ്ധന് മനസ്സിന് സമനില തെറ്റാൻ എന്താണ് വേണ്ടത്? സഹോദരങ്ങളെ, നമ്മളും നാളെ ജീവിച്ചാൽ ഇതാണ് അവസ്ഥ. ഇനിയെങ്കിലും നമ്മുടെ ഉറ്റവരെ സ്നേഹിക്കുക, വൃദ്ധരെ സ്നേഹിക്കുക. നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. നിർബന്ധമായും എല്ലാം ഉപേക്ഷിച്ച് പോകണം. ഇതിനുള്ളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രം നമുക്ക് കൂട്ടായി ഉണ്ടാവും.